നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഡിസൈൻ ട്രേസിങ് പൗഡർ യൂസ് ചെയ്ത് ക്ലോത്തിലേക്ക് ഡിസൈനെ പകർത്തുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ നെറ്റിൽ നിന്നും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡിസൈൻസിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ഇതുപോലെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കിട്ടും. നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ പ്രിൻറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ എന്താണ് ഡിസൈൻസിൻ്റെ സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഡിസൈൻസിൻ്റെ സ്കെച്ച് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ സ്കെച്ച് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇതുപോലത്തെ ഡിസൈൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കതൊരു പ്രിൻ്റ് ഔട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. നിങ്ങളിതുപോലെ ട്രേസിങ് പേപ്പർ യൂസ് ചെയ്ത് ട്രേസ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മളെ ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയണമെന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഡിസൈന് നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ എങ്ങനെയാണ് ക്ലോത്തിലേക്ക് പകർത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ച് കണ്ടോളുക. അപ്പം ഞാൻ ഈ ഫ്ലവറാണ് പകർത്താൻ പോകുന്നത്. കണ്ടോ, ഇതിൻ്റെ എനിക്ക് ആവശ്യമുള്ള ഡിസൈനിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു ആവശ്യമുള്ള സൈസിന് ഞാൻ ട്രേസിങ് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഡിസൈൻ ട്രേസ് ചെയ്യാം. അപ്പം ഈ കാണുന്ന ഡിസൈന് ഇതാ കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കുക. ട്രേസിങ് പേപ്പർ വളരെ തിന്നായതുകൊണ്ട് ഒരുപാട് ബലം കൊടുത്ത് നിങ്ങൾ വരയ്ക്കരുത്. ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, നമ്മളിപ്പം ഡിസൈന് ട്രേസ് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമ്മൾ ട്രേസിങ് പൗഡർ യൂസ് ചെയ്ത് ഈ ഡിസൈനെ നമ്മൾ ക്ലോത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലത്തെ നമ്മുടെ തയ്യൽ സൂചി കൈസൂചി എടുത്തിട്ട് നമ്മൾ ഈ ട്രേസ് ചെയ്ത ഡിസൈനിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഡിസൈനിൽ അതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. പരന്ന പ്രതലത്തിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ക്ലോത്തിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ഫ്രെയിമിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അത് ക്ലോത്തിലും കൂടെ ആവും. അതിനേക്കാളും നല്ലത് നമ്മൾ വല്ല ബെഡിൻ്റെ പുറത്തോ അതുപോലുള്ള സർഫസിൽ വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ഹോൾസ് വീഴും. ഹോൾസ് ഇട്ട് കൊടുക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാൻ, ഡിസൈൻ പോയിരിക്കുന്ന രീതിയിൽ. കാരണം നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഡിസൈൻ നമ്മുടെ ക്ലോത്തിലേക്ക് ട്രേസ് ആവുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാൾ പിൻ യൂസ് ചെയ്യാം. ഒരുപാട് തിക്കായ സൂചി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഹോൾസൊക്കെ ഒരുപാട് വലുതാവും. ഇതുപോലെ ഡിസൈൻ ഫുള്ളും ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഡിസൈനിനനുസരിച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ ക്ലോത്തിലേക്ക് ട്രേസ് ആകത്തുള്ളൂ. ഇനി നമ്മൾ ക്ലോത്തിൽ ട്രേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ 2 തരം ട്രേസിങ് മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഒന്ന് ട്രേസിങ് പൗഡർ യൂസ് ചെയ്തും ഒന്ന് കാർബൺ ഷീറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഈ കാർബൺ ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ സെറ്റ് ചെയ്യാതെ തന്നെ ക്ലോത്തിൽ ഡിസൈൻ പകർത്തിയെടുക്കണം.
ഡിസൈൻ ട്രേസ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് തന്നെ. ഈ നമ്മൾ കാർബൺ ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഹോൾസ് ഇടുന്നില്ല, ജസ്റ്റ് ആ ട്രേസ് ചെയ്ത ഡിസൈൻ അതുപോലെ വെച്ച് പകർത്തിയെടുക്കും. ട്രേസിങ് പൗഡർ ആണെങ്കിലാണ് നമ്മൾ ഇതുപോലെ ഹോൾസ് ഇട്ട് ക്ലോത്തിലേക്ക് പകർത്തുന്നത്. അപ്പോൾ ട്രേസിങ് പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്ലോത്ത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ട് വേണം ആ ട്രേസ് ചെയ്ത ഡിസൈനെ ഇതിലേക്ക് പകർത്താൻ. ഇല്ല, ഇത് നിങ്ങൾ കാർബൺ ഷീറ്റാണ് ഉപയോഗിച്ച് പകർത്തുന്നതെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാതെ വേണം, ഫ്രെയിമിൽ ക്ലോത്ത് സെറ്റ് ചെയ്യാതെ ക്ലോത്തിൽ പകർത്തിയതിന് ശേഷം വേണം നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് സെറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഷീറ്റിൽ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ട്രേസിങ് പൗഡർ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ട്രേസിങ് പൗഡർ യൂസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ക്ലോത്ത് ഫ്രെയിമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിനായിട്ട് നമുക്കിനി നമ്മൾ ഹോൾസ് ചെയ്ത് വെച്ച ട്രേസിങ് പേപ്പറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമ്മൾ ട്രേസിങ് പൗഡർ റെഡിയാക്കണം. ആര്യ മെറ്റീരിയൽസിൻ്റെ കിറ്റിൽ ട്രേസിങ് പൗഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ടൊരു പ്ലാസ്റ്റിക് ടിന്നെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ട്രേസിങ് പൗഡർ ഇടുക. എടുത്ത 1 സ്പൂൺ ട്രേസിങ് പൗഡറിലേക്ക് നമ്മൾ മണ്ണെണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഈ ട്രേസിങ് പൗഡർ മിക്സ് ചെയ്യുന്നത് മണ്ണെണ്ണ യൂസ് ചെയ്തിട്ടാണ്. മണ്ണെണ്ണയുടെ സ്മെല്ലൊന്നും നമുക്ക് ക്ലോത്തിലൊന്നും വരത്തില്ല, കാരണം അത് വായുവിൽ ഫെയ്ഡായിട്ട് പോയിക്കോളും. ക്ലോത്തിനും ഡാമേജ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രേസിങ് പൗഡറിന് ആവശ്യമായ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യാൻ ആവശ്യമായ മിക്സ് ചെയ്യുന്നതിനായിട്ടൊരു വേസ്റ്റ് ക്ലോത്ത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വേസ്റ്റ് കോട്ടൺ ക്ലോത്ത് മേടിക്കാൻ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോട്ടൺ ക്ലോത്ത് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ കെറോസിനൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതുപോലെ കെറോസിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഈ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് മിക്സ് ചെയ്യുക. ഇതേ രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ നമുക്ക് മുക്കിപ്പിഴിഞ്ഞെടുക്കാൻ പറ്റണം. ഓക്കെ, ഡിസൈനെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മുക്കിപ്പിഴിഞ്ഞെടുക്കാൻ പറ്റണം. ആ രീതിയിലൊരു മീഡിയം ലെവലിൽ നിങ്ങൾ മിക്സ് ചെയ്യുക ട്രേസിങ് പൗഡറിന്. ഇനി ഈ മിക്സ് ചെയ്ത ട്രേസിങ് പൗഡർ ഈ വേസ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് മുക്കിപ്പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഡിസൈൻ എവിടെയാണോ വേണ്ടത് അവിടെ നമ്മുടെ ട്രേസിങ് പേപ്പറിനെ പ്ലേസ് ചെയ്യുക. ഉണ്ടോ, ഇതുപോലെ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നമ്മൾ ട്രേസിങ് പേപ്പറിനെ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാൾ പിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ട്രേസിങ് പേപ്പർ നീങ്ങിപ്പോകാനിരിക്കാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു ചെറിയ നമ്മൾ സൈസ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പിടിച്ച് ട്രേസ് ചെയ്യാണ്. ഇതുപോലെ ഒരു വട്ടം ഡിസൈൻ ഫുള്ള് തേക്കുക. ഒരുപാട് അമർത്തി തേച്ച് കഴിഞ്ഞാൽ ഡിസൈൻസിൽ ഫുള്ള് സ്പ്രെഡാവും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അമർത്തി തേക്കാതിരിക്കുക. ജസ്റ്റ് പിടിച്ച് വെച്ചിട്ട് ക്ലോത്തുമായിട്ട് മുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ പകർന്നില്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു വട്ടവും കൂടെ ഒന്ന് നിങ്ങൾ അത് ജസ്റ്റ് ഇങ്ങനെ പൊക്കി നോക്കാൻ അറിയാം നമുക്ക് പകർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ എടുക്കരുത്, ജസ്റ്റ് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ തേച്ച് കൊടുക്കുക, വേണമെങ്കിൽ മാത്രം. ഓക്കെ, നല്ല രീതിയിൽ ഒരു വട്ടം തേക്കുന്നത് തന്നെയാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ സ്പ്രെഡാവും. ഇനി ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിയുമ്പം ഡിസൈന് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഡ്രൈ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡിസൈൻസിനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ നീഡിൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ട്രേസിങ് പൗഡർ എല്ലാം തെറിച്ച് പൊക്കോളും, നമുക്ക് കാണത്തില്ല. കാരണം നമ്മൾ ആ സ്ഥലത്തല്ലേ നീഡിലിട്ട് കുത്തി എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രേസിങ് പൗഡർ എല്ലാം റിമൂവായി പോകും. ഓക്കെ, നമ്മൾ മണ്ണെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. ഇതൊരു പ്രൊഫഷണൽ മെത്തേഡാണ്. ഈ മെത്തേഡ് യൂസ് ചെയ്താണ് വലിയ വലിയ ബോട്ടിക്കിലൊക്കെ അവർ ഡിസൈൻസ് ട്രേസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.